നമുക്ക് ഈ ക്യാമറ കൊണ്ട് ഫിറ്റ് ചെയ്താലോ? ഓ നമ്മൾ പോയി ഫിറ്റ് ചെയ്യാം. വണ്ടി കയറിക്കോ. ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളത് ടിയാൻഡി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സോളാർ ക്യാമറയാണ് കേട്ടോ. ഇതിലൊക്കെ നമുക്കൊരു സിം കാർഡും ഇട്ട് കഴിഞ്ഞ് ഒരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇതിന് കറണ്ടും കാര്യങ്ങളൊന്നും വേണ്ട, നല്ല വെയിലുള്ള സ്ഥലത്ത് സോളാർ പാനൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ആ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി വിഷ്വലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ സൈറ്റിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മളെ സൈറ്റിൽ നമ്മൾ എത്തിയാണ്. നേരെ നമുക്ക് ഈ ക്യാമറയുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ കൂടെ, എന്തൊക്കെയാണ് ഈ ക്യാമറയുടെ ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ഇതിന്റെ സോളാർ പാനലാണ് കേട്ടോ. അതും നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോളാർ പാനൽ തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത്. പിന്നെ വരുന്നത് പിന്നെ നമുക്ക് ഇതിൽ വരുന്നതാണ് നമ്മളെ ടിയാൻഡിന്റെ ക്യാമറ വരുന്നത്. ഇവിടെ ഒരു ക്യാമറയും താഴെ ഒരു ക്യാമറയാണ് വരുന്നത്. ഈ ക്യാമറ പാൻറ്റിൽറ്റ് ചെയ്യാനും 360 തിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ 2 വ്യൂ ആണ് ഈ ക്യാമറയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നേരെ നമുക്ക് പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിന്റെ വ്യൂ ഒന്ന് കണ്ടോക്കല്ലേ. ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കവുങ്ങിന്റെ മേലെയാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താൽക്കാലിക ഫിക്സിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 360 ക്യാമറയുടെ ക്ലാരിറ്റി കേട്ടോ, ഇത്ര പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നത്. ഒരു സിം കാർഡ് ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഏരിയയിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമറ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 360 ഒക്കെ ഇതാ ജസ്റ്റ് നമ്മളെ ഫോണിന്റെ സ്ക്രീനിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, സാധനം 360 ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞോളും. അപ്പോൾ ഇതിൽ ഇപ്പോൾ 360 ആയിട്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് തിരിക്കാൻ പറ്റുന്ന പോർഷനാണ് ഞാനിപ്പോൾ ഇത് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു ക്യാമറയും കൂടി ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അത് നമ്മൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ വ്യൂ അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് മാനുവലി ആയിട്ടാണ് 360 ചെയ്യാൻ പറ്റുള്ളൂ, ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ട് ഇതാണ് കേട്ടോ. അങ്ങനെ 2 ക്യാമറകളാണ് ഈ ഒരൊറ്റ ക്യാമറ